പല ആളുകളും പറയാറുണ്ട്, ഞാൻ ഒരുപാട് ജോലി ചെയ്യുന്നു, ഒരുപാട് ആക്ഷനുകൾ എടുക്കുന്നു, ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, പക്ഷേ കൃത്യമായിട്ട് അതിന് റിസൾട്ട് ലഭിക്കുന്നില്ല. ഇനി എന്താണ് ചെയ്യുക? ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളോടൊപ്പം അൻവർ സാം, ആർക്കിടെക്ട് ഓഫ് മാജിക് മാനിഫെസ്റ്റേഷൻ വൈബ്സ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അൻവർ സാം മാജിക് വൈബ്സ്. നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാജിക് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. സാധാരണ നമ്മളൊരു ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ഇൻസ്പയർഡ് ആയിട്ടുള്ള ആക്ഷനുകൾ എടുക്കണമെന്ന് സാധാരണ നിർദ്ദേശിക്കാറുണ്ട്. കാരണം വെറും ലക്ഷ്യം വെച്ചതുകൊണ്ട് മാത്രം റിസൾട്ടിലേക്ക് എത്തുന്നില്ല. ഇൻസ്പയർഡ് ആയിട്ടുള്ള ആക്ഷൻ, പ്രചോദനാത്മകമായ പ്രവർത്തനങ്ങൾ കൂടി വേണം. ഈ പ്രവർത്തനങ്ങൾ റൈറ്റ് പാത്തിലാണ് എന്ന്, വേണ്ടത് തന്നെയാണ് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പലപ്പോഴും സംഭവിക്കുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ എനിക്ക് എപ്പോഴും പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ബിസിനസ്സുകാരെയാണ്. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് അവർക്ക് വളരെ പ്രധാനമാണ്, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, അവരുടെ ഒരു കുഞ്ഞിനെ പോലെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം ഊണിലും ഉറക്കത്തിലും ഒക്കെ ഈ ബിസിനസ് തന്നെയായിരിക്കും അവരുടെ ചിന്ത. പക്ഷേ അവരെടുക്കുന്ന ആക്ഷൻസ് പലപ്പോഴും അത് കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല, വേണ്ടത് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഞാൻ നിരന്തരം ബിസിനസ്സുകാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പലപ്പോഴും അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അവരുടെ ലക്ഷ്യത്തിലേക്ക് അവർക്ക് എത്താൻ പറ്റുന്ന ആക്ഷനുകളല്ല അവരെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന്. അതിൽ നിന്ന് എത്രയോ ദൂരേക്ക് കടന്നു പോകുന്ന, അല്ലെങ്കിൽ ആ വഴി തന്നെ തിരിച്ചുവിടുന്ന ആക്ഷനുകളാണ് അവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർ ആഗ്രഹിക്കുന്നത് വേറൊരു കാര്യവുമാണ്. എങ്ങനെയാണ് നമുക്കത് കണക്ട് ചെയ്യാൻ കഴിയുക? ഇത് വളരെ പ്രധാനമാണ്. നമ്മളൊരു കാര്യം തീരുമാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണമെന്ന് ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക. അത് നടപ്പിലാക്കിയതിന് ശേഷമാണ് അത് വിജയമാണോ പരാജയമാണോ എന്ന് ശരിക്കും പരിശോധിക്കേണ്ടത്. പലപ്പോഴും സംഭവിക്കുന്നത്, തുടക്കം കുറിക്കുകയും തുടക്കം കുറിച്ചതിന് ശേഷം അവരുടെ മനസ്സിലേക്ക് വരുന്ന ആശങ്കകൾ ആ പ്രവർത്തനത്തെ പൂർത്തീകരിക്കാതെ മറ്റൊരു പ്രവർത്തനത്തിലേക്ക് പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു കാര്യം തീരുമാനിച്ച് അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ്, അതിന് വേണ്ട ആക്ഷനുകൾ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് പുതിയ ഒരു കാര്യത്തിലേക്ക് കടക്കുന്നു. സംഭവിക്കുന്നത്, പഴയ കാര്യം അവിടെ ഇട്ടുകൊണ്ട് പുതിയൊന്നിലേക്ക് മാറുന്നു. അതിനുശേഷം അതും കുറച്ച് നാൾ അതുമായിട്ട് മുന്നോട്ട് പോകുന്നു, വീണ്ടും അടുത്തതിലേക്ക് മാറുന്നു. അപ്പോൾ ഇവിടെ റൈറ്റ് ആക്ഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഒരു റൈറ്റ് റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും ആ റൈറ്റ് ആക്ഷനിൽ നമ്മൾ നിലനിൽക്കേണ്ടതുണ്ട്. അപ്പോൾ ബിസിനസ്സിൽ പലപ്പോഴും സംഭവിക്കുന്നത്, ചില മാറ്റങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ആക്ഷനുകളുമായി മുന്നോട്ട് പോകുമ്പോൾ ചെറിയ ചലഞ്ചുകൾ വരുമ്പോൾ, ഒരു റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ഹമ്പ് വരുമ്പോഴേക്കും ദിശ മാറ്റി ഓടിക്കുന്നത് പോലെ ബിസിനസ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യം, എടുക്കുന്നത് റൈറ്റ് ആക്ഷനാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുക. അത് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലായിക്കോട്ടെ, നിങ്ങളുടെ ബിസിനസ്സിലായിക്കോട്ടെ, നിങ്ങളുടെ ബന്ധങ്ങളിലായിക്കോട്ടെ, നിങ്ങളുടെ പഠനങ്ങളിലായിക്കോട്ടെ, എവിടെയായാലും ചെയ്യുന്നത് റൈറ്റാണ് എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ ഉറപ്പുവരുത്തിയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ വിജയം ഉറപ്പാണ്. നല്ല വിജയമുള്ള, സമാധാനമുള്ള, സന്തോഷമുള്ള നല്ലൊരു വിജയം ആശംസിക്കുന്നു. സ്മൈൽ വിഷസ്. താങ്ക് യു വെരി മച്ച്.